സിനിമയ്ക്ക് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഭീഷണിപ്പെടുത്തിയും അവഹേളിച്ചും ഒരു കലാസൃഷ്ടിയുടെ ഉള്ളടക്കത്തെ തിരുത്തുന്നത് വിജയമല്ലെന്നും സതീശൻ FBയിൽ കുറിച്ചു. അത് സമൂലമായ പരാജയത്തിന്റെയും ഭീരുത്വത്തിന്റെയും ലക്ഷണമാണ്. സംഘപരിവാറിന് ചരിത്രത്തെക്കുറിച്ച് കാര്യമായ അറിവില്ല. മാത്രമല്ല, ചരിത്രത്തെ വളച്ചൊടിച്ചാണ് ശീലം. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നാൽ തങ്ങൾക്ക് അനുകൂലമായി സൃഷ്ടിക്കപ്പെടുന്ന നിർമ്മിതികൾക്കുള്ള സ്വാതന്ത്ര്യമെന്നാണ് സംഘപരിവാർ കരുതുന്നതെന്നും സതീശൻ കുറിച്ചു. വൻ ഹൈപ്പിലാണ് എമ്പുരാൻ എത്തിയത്. വെറും 48 മണിക്കൂറിനുള്ളിൽ 100 കോടി ക്ലബിലെത്തുകയും ചെയ്തു. വേഗത്തിൽ 100 കോടി ക്ലബിലെത്തിയ മലയാള ചിത്രമായിരിക്കുകയാണ് എമ്പുരാൻ. വിദേശത്തിൽ നിന്ന് മാത്രമുള്ള കളക്ഷനിൽ ചിത്രം ഒന്നാമതെത്തിയിരിക്കുകയാണ്. മഞ്ഞുമൽ ബോയ്സിനെ വീഴ്ത്തിയാണ് മോഹൻലാൽ ചിത്രം ഒന്നാമതെത്തിയത്. മലയാളത്തിന്റെ ഇൻഡസ്ട്രി ഹിറ്റ് സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. മഞ്ഞുമൽ ബോയ്സ് ആഗോളതലത്തിൽ 242 കോടി രൂപയോളമാണ് നേടിയത്. ഇനിയിപ്പോൾ എമ്പുരാൻ മലയാള സിനിമയുടെ ഇൻഡസ്ട്രി ഹിറ്റായി മാറുമോ എന്നാണ് കണ്ടറിയേണ്ടത്. ചിത്രം ഓപ്പണിംഗ് വീക്കെൻഡ് 60 കോടി രൂപയിലധികമാണ് പ്രീ സെയിലായി നേടിയിരിക്കുന്നത് എന്ന് നേരത്തെ മോഹൻലാൽ വ്യക്തമാക്കിയിട്ടുമുണ്ടായിരുന്നു. ലൂസിഫറിന്റെ 2ാം ഭാഗമാണ് എമ്പുരാൻ. സംവിധായകൻ പൃഥ്വിരാജാണ് എന്നതാണ് മോഹൻലാൽ ചിത്രത്തിന്റെ പ്രധാന ആകർഷണവും. പൃഥ്വിരാജും പ്രധാന കഥാപാത്രമായി ചിത്രത്തിലുണ്ട്. 2025 ജനുവരി 26-ന് ആദ്യ ടീസർ പുറത്തുവിട്ടുകൊണ്ട് പ്രൊമോഷൻ ജോലികൾ ആരംഭിച്ച ചിത്രത്തിന്റെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന രീതിയും ആരാധകർക്കിടയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഓരോ നടീനടന്മാരും തങ്ങളുടെ കഥാപാത്രങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന വീഡിയോകൾ പുറത്തുവിടുന്നത് ഫെബ്രുവരി 9 മുതൽ ആരംഭിച്ച് അവസാനിച്ചത് ഫെബ്രുവരി 26-ന് വന്ന മോഹൻലാലിന്റെ ക്യാരക്ടർ പോസ്റ്റർ വീഡിയോ എന്നിവയിലൂടെയാണ്. മോഹൻലാൽ അവതരിപ്പിക്കുന്ന സ്റ്റീഫൻ നെടുമ്പള്ളി അഥവാ ഖുറേഷി എബ്രഹാം, പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന സയ്യിദ് മസൂദ് എന്നിവരുടെ ക്യാരക്ടർ പോസ്റ്ററുകളും വീഡിയോകളുമാണ് ഫെബ്രുവരി 26-ന് എത്തിയത്. ഓരോ ദിവസവും 2 കഥാപാത്രങ്ങൾ എന്ന കണക്കിൽ 18 ദിവസം കൊണ്ട് ചിത്രത്തിലെ 36 കഥാപാത്രങ്ങളെയാണ് പ്രേക്ഷകർക്ക് ആ സമയം പരിചയപ്പെടുത്തിയത്.